കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1-2 ആഴ്ചയായിട്ട് എനിക്ക് വീഡിയോകളൊന്നും ഇടാൻ കഴിഞ്ഞില്ല, ഒരേ തിരക്കുകളായിരുന്നു. ഇന്ന് ഞാൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ആകാശ ഭൂമിയും. അതിനെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. 2 വീഡിയോ അതിനെക്കുറിച്ചിട്ടു. 3-ാമത്തെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ മറ്റൊരു വിഷയം പറയേണ്ടി വന്നിരിക്കുന്നു. അത് പറയേണ്ടതിന് പലരും എൻ്റെ മേൽ നിർബന്ധം ചെലുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം ഞാൻ വീണ്ടും സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളതായിരിക്കുന്ന വിഷയം ഞാൻ തുടരുന്നതാണ്. ദൈവം ഇത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ കേൾവിക്കാരെ അവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തിൽ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപത്തിൻ്റെ പകരം മരണമാണ് എന്ന് എല്ലാവരും പറയുമല്ലോ. എന്നാൽ ബൈബിളിലെങ്ങും പകരം മരണം എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. പകരമായിട്ട് യേശു ക്രിസ്തു നമുക്ക് പകരം മരിച്ചു എന്നുള്ളതായിരിക്കുന്ന വാക്ക് ബൈബിളിലെങ്ങും ഇല്ല. പിന്നെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നാം അവനോടുകൂടെ മരിക്കേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നാണ്. നാം അവനോടുകൂടെ മരിക്കേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊരു ചോദ്യം വരും. നാം അവനോടുകൂടെ മരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊരു ചോദ്യം വരും. എന്നാൽ ലോകത്തിൽ നിന്ന് എല്ലാ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരെല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? എൻ്റെ മരണത്തിന് പകരമായിരിക്കുന്ന മരണമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കൈകാലുകളിൽ ആണികൾ അടിക്കപ്പെട്ടതും തൻ്റെ ശിരസിൽ മുൾക്കിരീടം ചൂടപ്പെട്ടതും തൻ്റെ തിരുമാർവിൽ കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടതും അങ്ങനെ മരിച്ചതുമൊക്കെ ഞാൻ എൻ്റെ കൈകാലുകളിൽ ആണിയും എൻ്റെ ശിരസിൽ മുൾക്കിരീടവും എൻ്റെ മാർവിൽ കുന്തം കുത്തിക്കയറ്റുകയും ചെയ്യേണ്ടതിന് പകരമാണ് എൻ്റെ കർത്താവ് മരിച്ചത്. കർത്താവിൻ്റെ മരണം എൻ്റെ മരണത്തിന് പകരമാണ് എന്ന് സാധാരണ എല്ലാവരും പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെയായിട്ട് പഠിപ്പിച്ചത്. കർത്താവിൻ്റെ മരണം എല്ലാ വിധത്തിലും നമ്മുടെ നമ്മുടെ മരണത്തിൻ്റെ പകരമായിരിക്കുന്ന മരണം, നാം അനുഭവിക്കേണ്ട മരണത്തിന് പകരം നമ്മുടെ കർത്താവ് മരിച്ചു എന്നാണ് നമ്മൾ എല്ലാവരും മിക്കവാറും ക്രിസ്തീയ ലോകത്തിലുള്ള എല്ലാവരും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ തിരുവെഴുത്തിൽ എവിടെയും ക്രിസ്തു യേശുവിൻ്റെ മരണം നമ്മുടെ പാപത്തിൻ്റെ പകരം മരണമാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് എവിടെയും കണ്ടെത്താനായിട്ട് പറ്റുകയില്ല. എന്താ കാരണമെന്നറിയാമോ? തിരുവെഴുത്ത് പറയുന്നത് ഒരുത്തിന് പകരം ഒരുത്തൻ മരിച്ചാൽ ആ പകരം മരിച്ചവൻ്റെ പകരം മരണം കൊണ്ട് ഈ മറ്റവൻ്റെ പാപത്തിന് പരിഹാരം വരികയില്ലെന്നാണ്. ഓരോരുത്തരും അവനവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കണം. അവനവൻ ചെയ്തായിരിക്കുന്ന തെറ്റിൻ്റെ ശിക്ഷയായിരിക്കുന്ന പാപത്തിൻ്റെ ശമ്പളം മരണമാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന ആ മരണം ഓരോരുത്തരും അനുഭവിക്കണം. ഓരോരുത്തരും അനുഭവിച്ചെങ്കിലേ അവൻ്റെ രക്ഷയുള്ളൂ എന്നുള്ളത് തിരുവെഴുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളെ അതിനായിട്ട് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം ഞാൻ വായിക്കാനായി ആഗ്രഹിക്കുന്നത് ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. കണ്ടോ, അവിടെ വ്യക്തമായി പറയാം, മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണത്തിൻ്റെ പകരമാണ് എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിലെ ദൈവം ഒരു കാലത്ത് അരുളി ചെയ്തായിരിക്കുന്ന തിരുവെഴുത്തിനെ മാറ്റിമറിക്കുകയല്ലേ ചെയ്യുന്നത്. ദൈവം പറഞ്ഞായിരിക്കുന്ന കൽപ്പനയ്ക്ക് വ്യത്യാസം വരുമോ? ഒരിക്കലും വരികയില്ല. ഞാനൊരു വേദഭാഗം കൂടെ അതിനെക്കുറിച്ച് വായിച്ച് കേൾപ്പിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 2 ദിനവൃത്താന്ത 25-4. ഞാൻ വാക്യങ്ങളെല്ലാം താഴെ കുറിച്ചിരുന്നതാണ്. എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തൻ താൻ്റെ സ്വന്തം പാപം നിമിത്തം അത്രേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. നോക്കിയേ, എത്ര വ്യക്തമാണെന്ന് നോക്കിയേ. മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പന്മാർക്ക് പകരം മക്കളും മക്കൾക്ക് പകരം അപ്പന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. ഓരോരുത്തർ താൻ്റെ പാപത്തിൻ്റെ മരണശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു. ആദാമിൽ എല്ലാവർക്കും മരണം ആവശ്യമല്ലേ? ആദാമിലെല്ലാവർക്കും മരണം ആവശ്യമാണ്. ആ മരണം നമ്മിൽ നിന്ന് കർത്താവ് എങ്ങനെയാണ് നീക്കിയത്? നമ്മിൽ നിന്ന് ആ മരണം എങ്ങനെയാണ് പരിഹരിച്ചത്? അല്ലെങ്കിൽ ആ മരണത്തിന് നമ്മൾ ശരിക്കും മരിച്ച് നമ്മൾ പങ്കാളികളായിത്തീർന്നു. ദൈവം ഒരിക്കൽ പറഞ്ഞായിരിക്കുന്ന ഒരു വാക്കിന് ഏതെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തുമോ? വരുത്തുകയില്ലല്ലോ.
ദൈവം സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അപ്പോൾ അതുകൊണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, അല്ലേ? മരിക്കണം, നമ്മളും മരിക്കണം. മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. മരിക്കാത്തിടത്തോളം കാലം, ഒരു മനുഷ്യൻ മരിക്കാത്തിടത്തോളം കാലം അവന് പകരം എത്ര 100 കണക്കിന് പേര് മരിച്ചാലും, അവന് പകരം യേശുക്രിസ്തു മരിച്ചാലും അവൻ്റെ പാപമോചനം വരികയില്ല. അവൻ്റെ പാപത്തിന് പകരം അവൻ തന്നെ മരിക്കണം, അവൻ തന്നെ മരണശിക്ഷ അനുഭവിക്കണം. ഇത് തിരുവെഴുത്തിലെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മരണം അങ്ങനെയാണ് സംഭവിച്ചത്. അത് മനസ്സിലാക്കണം. കർത്താവായി യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുകയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് ഞാനൊരു വേദവാക്യം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കട്ടെ. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. ഇതാ സംഭവം. പകരം മരണമല്ല, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നോക്കിയ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള മരണമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകരം മരണമെന്നല്ല. നമ്മുടെ എല്ലാവരുടെയും മരണം വഹിച്ചുകൊണ്ടുള്ള, നമ്മളും തൻ്റെ കൂടെ മരിക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്ന വിധത്തിലുള്ളായിരിക്കുന്ന മരണം. അതാണ് ഞാനിവിടെ ആദ്യം പറഞ്ഞത്. നാം അവനോടുകൂടെ മരിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ്. ഒന്നുകൂടെ ഞാൻ ഉറപ്പിക്കട്ടെ, നാം അവനോടുകൂടെ മരിക്കേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ബൈബിളിലെ സത്യം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്ത പാപത്തിൻ്റെ അല്ലെങ്കിൽ ആദാമ്യ പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണം വഹിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. ഒരിക്കലും നമുക്കങ്ങനെ രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല. ആ മരണമാണ് നമുക്കും നമ്മുടെയും മരണമാക്കിക്കൊണ്ട് മരിച്ച ക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമായത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്നെനിക്കറിയാം. എന്നാലും ഞാൻ എന്നാൽ കഴിയുന്നിടത്തോളം നിങ്ങളത് മനസ്സിലാക്കേണ്ടതിന് വളരെ ലളിതമായിട്ട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിന് ഞാൻ ആദ്യം ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. റോമാലേഖനം 5:12 എന്തെന്നാണ് നമ്മൾ വായിക്കുന്നത്? അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ആദാമാണ്, അല്ലേ? ആദാമിൻ്റെ പാപം കൊണ്ട് മരണം ലോകത്തിലേക്ക് കടന്നു. ആദാമിൻ്റെ പാപത്താൽ എല്ലാവരും പാപികളായി തീർന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരിലും മരണവും വ്യാപരിച്ചു. അങ്ങനെ എല്ലാവരും മരണത്തിന് വിധേയരായി തീർന്നു. സകല മനുഷ്യരിലും ഈ മരണം പരന്നിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിച്ചത്. വളരെ വളരെ വ്യക്തമല്ലേ? വേറൊരു വാക്യം വായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യം. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഞാനൊരു ഉദാഹരണം പറയാമെന്നല്ല പറഞ്ഞത്, മനസ്സിലാവുന്നുണ്ടോ? എന്താ ഉദാഹരണം? ക്രിസ്തുവിൽ നമ്മളെങ്ങനെയാണ് മരിക്കുന്നതെന്നുള്ളതിൻ്റെ ഉദാഹരണം. ആദാമിൽ നമ്മളെങ്ങനെയാണ് മരിക്കുന്നത്? ഏക മനുഷ്യനാൽ പാവവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, അല്ല? അപ്പോൾ എല്ലാവരിലും മരണം പരന്നു, അതല്ലേ നമ്മൾ വായിച്ചത്. ആദാമിൽ നമ്മളെങ്ങനെയാണ് മരിക്കുന്നത്? ആദാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദാം ചെയ്ത പാപത്തിന് ഇന്ന് നമ്മൾ ആ മരണശിക്ഷ ഏൽക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യമായി ആ മരണത്തിന് നാം വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ ശരീരാത്മദേഹികളുണ്ടല്ലോ, ഈ ശരീരാത്മദേഹികൾ ഇത് ആദാമിൽ നിന്ന് വന്നതാണ്, അല്ലേ? ഇത് ആദാമിൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. നമുക്കറിയാം ഏക മനുഷ്യനാൽ പാപം വന്നു. ആ ഏക മനുഷ്യനാലല്ലേ ലോകത്തിലെ സകല മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ആ ആദ്യ പിതാവിൻ്റെ പാപവും പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണവും എല്ലാ മനുഷ്യരിലേക്കും പാരമ്പര്യമായിട്ട് കിട്ടി. കാരണം നമ്മൾ അതേ മാംസത്തിൽ നിന്ന് മാംസവും അതേ രക്തത്തിൽ നിന്ന് രക്തവുമാണ്. തന്നെയുമല്ല, അതേ ജീവനിൽ നിന്ന് ജീവനുമാണ്. ദേഹി, അതേ ജീവനിൽ, ദേഹി എന്ന് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതേ ജീവനിൽ നിന്ന് ജീവനുമാണ് നമ്മളെല്ലാവരും.
ആദാമ്യ ജീവനിൽ നിന്ന് തുടർച്ചയായി ജീവൻ പകരപ്പെട്ട് കിട്ടിയവരാ. ആ രക്തത്തിൽ നിന്ന് രക്തമാണ് നമ്മൾ, ആ മാംസത്തിൽ നിന്ന് മാംസമാണ് നമ്മൾ. അതുകൊണ്ട് ആദാമിൻ്റെ മരണം എല്ലാ മനുഷ്യരിലും പരന്നിരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ആദാമിൽ മരിക്കുന്ന കാര്യം മനസ്സിലായോ? ക്രിസ്തുവിൽ നമ്മളെല്ലാവരും മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ആദാമിൽ നമ്മൾ എങ്ങനെ എല്ലാവരും മരിക്കുന്നത്? ഒരു ജീവൽ ബന്ധത്തിലൂടെയാണ്, ഒരു രക്തബന്ധത്തിലൂടെയാണ്, അല്ലേ? സംശയമില്ലല്ലോ. ജീവൽ ബന്ധം, ജീവനിൽ നിന്ന് ജീവൻ, ആ രക്തത്തിൽ നിന്ന് രക്തം, ആ ബന്ധത്തിലൂടെ ആദാമിൽ നമ്മളെല്ലാവരും മരണത്തിന് വിധേയപ്പെട്ടവരും മരിക്കുന്നവരുമാണ് എന്നുള്ളതാണ് തിരുവെഴുത്ത് പറയുന്നത്. ആദാം പാപം ചെയ്തപ്പോൾ സംഭവിച്ചതറിയാം. കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവം പറഞ്ഞത് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിലുള്ള മരണം ഏതാണെന്നറിയാലോ? ആത്മീക മരണം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ രണ്ടാം മരണം എന്ന് പറയും. രണ്ടാം മരണം, ആത്മീയ മരണം. തിന്ന നാളിൽ തന്നെ ദൈവതേജസ് നഷ്ടപ്പെട്ട ആത്മീയ മരണം ആദാമിന് സംഭവിച്ചു. 930 വർഷം കഴിഞ്ഞ് ആദാം ശാരീരികമായിട്ട് മരിച്ചു, അല്ലേ? നമുക്കതറിയാമല്ലോ. അന്ന് മുതൽ ആ മരണത്തിൻ്റെ, അതായത് മരണത്തിൻ്റെ ദേഹിയും മരണത്തിൻ്റെ ശരീരവും ഉള്ളവരായിട്ട്, മരണത്തിൻ്റെ രക്തവും ഉള്ളവരായിട്ട്, എന്ന് പറഞ്ഞാൽ ആ ജീവനും ആ രക്തവും ഉള്ളവരായി നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ എല്ലാവരും ആദാമിൽ മരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നാം എല്ലാവരും ആദാമിലുള്ളവരായതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന മരണം കൂടാതെ മനുഷ്യർക്കാർക്കും രക്ഷപ്പെടുക ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചാൽ പോരാ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചാൽ പോരാ, നാം ഓരോരുത്തരും മരിക്കണം. ഇതാ ദൈവഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. ഒന്നാം മരണവും രണ്ടാം മരണവും, ഒന്നാം മരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശാരീരിക മരണം. രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ നിത്യമായ മരണം. വെളിപ്പാട് ദിവസം 20 രണ്ടാം മരണത്തിന് അവരുടെ മേലർഹതയില്ല എന്നൊക്കെ വായിക്കുന്നില്ലേ? രണ്ടാം മരണം നിത്യനാശം, നിത്യനരകം എന്നുള്ളതായിരിക്കുന്ന മരണം. ഇതെല്ലാം ആദാമിൽ നിന്ന് പിന്തുടർച്ചയായി നമുക്ക് ഓരോരുത്തർക്കും കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ലേ? കാരണം എന്താ വെച്ചാൽ ആദാമിൽ നിന്ന് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ആദാമിൻ്റെ ജീവനാണ് നമ്മുടെ എല്ലാവരുടെയും ജീവൻ, അതിൻ്റെ പിന്തുടർച്ചയാണ് നമ്മുടെ ജീവൻ. ആദാമിൻ്റെ രക്തമാണ് നമ്മുടെ എല്ലാവരുടെയും രക്തം, ആദാമിൻ്റെ മാംസമാണ് നമ്മുടെ എല്ലാവരുടെയും മാംസം. ആ ഒരാളിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. അതുകൊണ്ട് ആദാമിൻ്റെ മരണം ലോകത്തിലൊക്കെയും പരന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ ആ വിധത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മളെങ്ങനെ പങ്കാളികളാവുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും പ്രശസ്തമായി തീരുന്നത്. സാധാരണ മനുഷ്യനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരുന്നെങ്കിലേ ആ സാധാരണ മനുഷ്യൻ ആദാമ്യ പാപത്തിൻ്റെ ശിക്ഷാവിധിയായി മരിക്കണമായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം നമുക്ക് പ്രയോജനം ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സാധാരണ മനുഷ്യനായിട്ടല്ല ജനിച്ചത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ മറിയുടെ ഉദരത്തിൽ രൂപം കൊണ്ടാണ് ലോകത്തിൽ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആദാമ്യ പാപത്തിൻ്റെ മരണമെന്ന ശിക്ഷ, പാപമെന്ന അവസ്ഥയും അതിൻ്റെ പരിണതഫലമായിരിക്കുന്ന മരണമെന്ന ശിക്ഷയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും അനുഭവിക്കേണ്ട ആയിരിക്കുന്ന ആവശ്യമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും മരണത്തിന് അതീതനായിട്ടാണ്. എന്നിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണം സ്വീകരിക്കുകയായിരുന്നു. ഞാൻ അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുവാൻ വരുന്നു എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആദാമ്യ പാരമ്പര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അത് യേശുക്രിസ്തുവിൻ്റെ മരണം അത് ദൈവ നിശ്ചയപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയിൻ പ്രകാരമുള്ള ആദാമ്യ പാപത്തിൻ്റെ പരിഹാരമായിരിക്കുന്ന മരണം തന്നെ ഉള്ളായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ജനിച്ചത് അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം എല്ലാവർക്കും അവരുടെ മരണത്തെ വഹിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു മരണമായി തീർന്നു വന്ന പകരമരണം അല്ല കേട്ടോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം എൻ്റെയും നിങ്ങളുടെയും മരണത്തെ ചുമന്നുകൊണ്ടുള്ളതായിരിക്കുന്ന മരണമായിരുന്നു. നാം അവനോട് കൂടെ മരിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിക്കുകയായിരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. 2 തിമോത്തിയോസ് 2:6 നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടി മറുവിലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എബ്രായർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എബ്രായർ 2:9 വായിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. 2:9 വായിക്കുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് എല്ലാവരുടെയും മരണത്തിന്
വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ അറിയാതെ ഞാനും പറഞ്ഞു പോകും പകരം എന്ന്. അത് പറഞ്ഞങ്ങനെ ശീലിച്ചു പോയി. അതാണ് അതിൻ്റെ കുഴപ്പം. അതല്ല കേട്ടോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം എൻ്റെയും നിങ്ങളുടെയും മരണത്തിനായിട്ടുള്ളായിരിക്കുന്ന മരണമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് നമ്മളെ ഈ മരണവിധിയിലൂടെ കടത്തിവിട്ട് രക്ഷിച്ചത്. നമ്മളെല്ലാവരും മരണവിധിക്ക് കീഴിലാണെന്നേ. മരണവിധിക്ക് കീഴിലായിരിക്കുന്ന നമ്മളെ രക്ഷിച്ചത്. ഒരു മരണം കൂടാതെ നമുക്ക് ആർക്കും രക്ഷപ്പെടുക സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നാം മരിക്കണം. നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനോട് കൂടെ നാം മരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അല്ലാതെ പകരം മരിച്ചാൽ പോരാ. പകരം മരിച്ചിട്ട് കാര്യമില്ല എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വലിയ സത്യമായി. ഇതിനെക്കുറിച്ച് ഒരുപാട് നേരം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാണ്ട് പറ്റുകയുള്ളൂ എന്നെനിക്കറിയാം. ഞാനിത് ഏകദേശം സഭകളിലൊക്കെ ഇത് പഠിപ്പിക്കാനായിട്ട് 1.5 മണിക്കൂറിൽ മേലെ ക്ലാസ് എടുത്താണ്. പക്ഷേ ഞാനത് വളരെ ഷോർട്ടായിട്ട് ഒരു 40 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പെട്ടെന്ന് അതങ്ങ് പറഞ്ഞ് തീർക്കുന്നത്. നിങ്ങൾക്ക് കാര്യം ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ, എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്നിൽ നിറവേറും? ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം, ആദാമിൻ്റെ പാപം എൻ്റെ പാപമായി തീർന്നു, ആദാം വരുത്തി വെച്ച ശിക്ഷയായ മരണം എൻ്റെ ശിക്ഷയായി തീർന്നു, എൻ്റെ മരണമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും. കാരണം ആദാമിൽ നിന്ന്, ആദാമിൻ്റെ ജീവനിൽ നിന്ന് ജീവനും, ആദാമിൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും, ആദാമിൻ്റെ രക്തത്തിൽ നിന്ന് രക്തവുമാണ് നമ്മളെന്നുള്ളതുകൊണ്ട് ആദാം വരുത്തി വെച്ചായിരിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണം നാം ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്കെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. യേശു ക്രിസ്തുവിൻ്റെ മരണം എങ്ങനെ എൻ്റെ മരണമാകും? അതിന് യേശു ക്രിസ്തുവുമായിട്ട് എനിക്ക് എന്ത് ബന്ധമാണ് ആ വിധത്തിലുള്ളത്? രക്തബന്ധമില്ലല്ലോ, ജീവൽ ബന്ധമില്ലല്ലോ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് എങ്ങനെയാണ് എൻ്റെ മരണം യോജിച്ച് വരിക? യേശു ക്രിസ്തു മരിച്ചപ്പോൾ ഞാൻ മരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും വരുന്നതല്ലേ. അത് ഞാൻ നിങ്ങൾക്കൊന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കാം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ഓർക്കണം, ആദാമിൻ്റെ മരണത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് വന്നത് ആദാമിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവും ഒക്കെ ആയതുകൊണ്ടാണ്, ജീവനിൽ നിന്ന് ജീവനും ആയതുകൊണ്ടാണ് ആ മരണം നമ്മളിലേക്ക് വന്നത്. ഇത് ശാരീരികമായിരിക്കുന്ന ഒരു ബന്ധത്തിലൂടെയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ആദാമിൻ്റെ പാവവും ശിക്ഷയായ മരണവും ശാരീരികമായിരിക്കുന്ന ഒരു ബന്ധത്തിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. രക്തത്തിലൂടെയാണ് ആ കൈമാറ്റം ചെയ്യപ്പെട്ടത്. യേശുക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായി തീരുന്നത് എങ്ങനെയാണ്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അല്ലേ? 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ ഞാൻ സുവിശേഷം കേട്ട് വിശ്വസിച്ചു. ഞാനും നിങ്ങളും ഈ യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരമായി എന്നുള്ളൊരു സന്ദേശം ഞാൻ കേട്ടപ്പോൾ, മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ മരിച്ച ജീവനിലേക്ക് വന്നു. എന്നെ കവർ ചെയ്തു. അതിനാണ് ബൈബിളിൽ ശരിക്കും പൗലോസിൻ്റെ എഴുത്തുകളിൽ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. പൊതിഞ്ഞു. അതായത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വന്നു. എങ്ങനെയാണ് കർത്താവിൻ്റെ മരണത്തിൽ എൻ്റെ മരണം സാധ്യമായത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇതിനെല്ലാം പങ്കാളിയായില്ലേ? മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ പങ്കാളിയായി. ഞാനൊരു കാലത്ത് ഈ സത്യസുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും അനുഭവിച്ച ആ സെയിം ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ജീവനിലേക്ക് വന്ന് എന്നെ കവർ ചെയ്തു, എന്നെ പൊതിഞ്ഞു. അപ്പോൾ അന്ന് 2000 വർഷം മുമ്പ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതായിരിക്കുന്ന മരണം ആ ആത്മബന്ധത്തിൽ എൻ്റെ മരണമായി, ആ ആത്മബന്ധത്തിൽ എൻ്റെ അടക്കമായി, ആ ആത്മബന്ധത്തിൽ എൻ്റെ ഉയർത്തെഴുന്നേൽപ്പായി. നോക്കിയേ, കാര്യം മനസ്സിലായോ? ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മുടെ മരണം
ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മുടെ മരണം പങ്കാളിത്തം വഹിച്ചത്. ഈ പങ്കാളിത്തം വഹിക്കാതെ നാം മരിക്കാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല. ആദാമിൻ്റെ പാപവും പാപത്തിൻ്റെ ശിക്ഷയായ മരണവും നമ്മുടെ ദേഹിയിലൂടെയും എന്ന് പറഞ്ഞാൽ ജീവനിലൂടെയും ശരീരരക്തങ്ങളിലൂടെയും നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. കാര്യം മനസ്സിലായോ? വളരെ സിമ്പിളല്ലേ? കർത്താവിൻ്റെ ആത്മാവിലൂടെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ ഒടുക്കത്തെ ആദാം എന്ന് വിളിച്ചത്. ഞാൻ ആ വേദവാക്യം ഒന്ന് വായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിൻ്റെ 45 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദേഹി, അതായത് ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ചേരുന്നതാണ് ഒരു മനുഷ്യൻ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, ഏതാ? മരിച്ച എൻ്റെ ജീവനിലേക്ക് നിത്യജീവൻ പകരുന്ന ആത്മാവായി രണ്ടാമത്തെ ആദാം തീർന്നു. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഞാൻ അതിന് പങ്കാളിയായി. ഇത് വെറുതെ ഒരു സങ്കല്പമല്ല, ഇത് വെറുതെ ഒരു കെട്ടുകഥയല്ല, ദൈവം അങ്ങനെ വെറുതെ അങ്ങ് തീരുമാനിച്ചതുമല്ല. ഇതൊരു സംഭവമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇതൊരു സംഭവമാണ്. എങ്ങനെ സംഭവിച്ചു? എങ്ങനെ ഇത് സംഭവമായി തീരുന്നത്? ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളിയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ അടക്കപ്പെടലിന് പങ്കാളിയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് പങ്കാളിയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, അല്ലേ? അതേ ആത്മാവ്, ഇതെല്ലാം അനുഭവിച്ച ആത്മാവ് എങ്ങോട്ട് വന്നു? എൻ്റെ ജീവനിലേക്ക് വന്നു, എൻ്റെ ആത്മാവിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും എൻ്റെയും കൂടെ പങ്കാളിത്തമായി. ആദാമിലൂടെ രക്തത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതുപോലെ തന്നെ ആദാമിൽ നിന്ന് രക്തത്തിലൂടെയും ജീവനിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ക്രിസ്തുവിലൂടെ ആത്മാവിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായി തീർന്നു. അങ്ങനെ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ളതായിരിക്കുന്ന ദൈവിക നിയമം എന്നിലും നിങ്ങളിലും നിവർത്തിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ക്രിസ്തുവിനോട് കൂടെ നാം മരിച്ചത്. ഇങ്ങനെയാണ് ദൈവം നമ്മളെ എണ്ണുന്നത് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സംഭവം. ക്രിസ്തുവിൽ മരിച്ചവരാണ് നമ്മൾ. നമ്മുടെ ആത്മാവിലാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. നമുക്കറിയാമല്ലോ, റോമാലേഖനം 8:9 വാക്യം, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഞാനതെല്ലാം വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് സമയം അനുവദിക്കുന്ന പക്ഷം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിനും ക്രിസ്തുവിൻ്റെ അടക്കപ്പെടലിനും ഉയർത്തെഴുന്നേൽപ്പിനും നാം സെയിമായിട്ട് പങ്കാളിയായപ്പോൾ ഞാൻ പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന മരണം വഹിക്കേണ്ടിരുന്ന സ്ഥാനത്ത് ഞാൻ വഹിച്ചു, ഞാൻ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റു. അതെന്നിൽ നിറവേറി. എങ്ങനെ നിറവേറി? ക്രിസ്തുവിൽ നിറവേറിയത് എന്നിൽ എങ്ങനെ സാധ്യമായി തീർന്നു? ക്രിസ്തുവിൻ്റെ ഇതിനെല്ലാം പങ്കാളിത്തമുള്ള ആത്മാവ് തന്നെ എന്നിൽ വസിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ മരിച്ച ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്. അത് ഞാൻ പിന്നെയും പറയുന്നതെന്നറിയാമോ? നിങ്ങൾക്കിത് മനസ്സിലാൻ വേണ്ടിയാണ്. ആ ആത്മാവിൽ ഞാൻ ക്രിസ്തുവിൻ്റെ സകല കഷ്ടാനുഭവത്തിനും മരണത്തിനും വരുന്നതിൽ ഞാൻ പങ്കാളിയായി തീർന്നു എന്നേ. ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് വേദഭാഗം കൂടെ വായിച്ച് നിങ്ങൾക്കിതൊന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൽ ഒരു കാര്യമുണ്ട്. ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നാൽ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായി തീരുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ അതിന് നിങ്ങൾക്കൊരു തെളിവ് തരാം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, 22. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എങ്ങനെയുള്ള ഭൂതഗ്രസ്തനെ ഉണ്ടെന്ന്? അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞാലേ, ഇവിടെ ഒരു കുരുടനും ഊമനുമായിരിക്കുന്ന ഒരു ദുരാത്മാവ് ഒരു മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് വരെ സുഖമായി സംസാരിച്ചുകൊണ്ട് നടന്നായിരിക്കുന്ന മനുഷ്യൻ
അന്ന് വരെ എല്ലാം കണ്ട് കണ്ണിന് ഒരു തകരാറും ഇല്ലാതെ എല്ലാം കണ്ട് നടന്നായിരിക്കുന്ന ഒരു മനുഷ്യൻ കുരുടനും ഊമനുമായിരിക്കുന്ന ഒരു ദുരാത്മാവ് ബാധിച്ചപ്പോൾ തൊട്ട് ഇവൻ്റെ കണ്ണും കാണില്ല, ഇവൻ്റെ നാവ് ചലിപ്പിക്കാനും പറ്റുന്നില്ല, ഇവന് സംസാരിക്കാനും പറ്റുന്നില്ലെന്നേ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ ശരീരവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ മരണമായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് കഷ്ടാനുഭവം മരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവിനിലേക്ക് വന്നപ്പോഴാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു ദുരാത്മാവ് ഊമനും കുരുടനുമായിരിക്കുന്ന ഒരു ദുരാത്മാവ് ബാധിച്ചപ്പോൾ നല്ല കാഴ്ചശക്തിയുള്ള നന്നായി വർത്തമാനം പറയുന്ന ഒരു മനുഷ്യൻ പിന്നെ കാഴ്ചശക്തി ഇല്ലാതെയായി, പിന്നെ അവൻ സംസാരിക്കാതെയായി, അവൻ അങ്ങനെ കുരുടനെ പോലെ ആയിത്തീർന്നു. എങ്ങനെ? ഇവൻ്റെ ശരീരത്തെ എങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ സ്വഭാവം ബാധിച്ചത്? ഇവൻ്റെ ശരീരത്തെ ആത്മാവിൻ്റെ സ്വഭാവം ബാധിച്ചോ? ഉറപ്പല്ലേ, ബാധിച്ചു എന്ന് ഉറപ്പല്ലേ? നിങ്ങളില്ലാന്ന് പറയില്ലല്ലോ. നോക്കിക്കേ, ഈ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവ് അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ പറയുകയാണ്, ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം, ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. കർത്താവ് ആ ഭൂതത്തെ അവനിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴേ അന്ന് വരെ കണ്ണ് കാണാതിരുന്നായിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണ് തുറന്നു, കാണാൻ തുടങ്ങി. അന്ന് വരെ സംസാരിക്കാത്ത മനുഷ്യൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു ആത്മാവിൻ്റെ മേൽ വേറൊരു ദുർഭൂതം വന്ന് ബാധിച്ചാൽ അവനെ ചിലപ്പോൾ ഭ്രാന്തനാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയാൽ, പക്ഷേ ഈ ശരീരത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെയും വായിൻ്റെ സംസാരശേഷിയെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? ബാധിക്കും. അതല്ലേ ഇവിടെ കാണുന്നത്, ഇതവിടെ കാണുന്നത്. ഇതാണ് കർത്താവിൻ്റെ മരണം എൻ്റെ മരണമാണെന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി? എനിക്ക് പകരം മരണമല്ല, പകരം കർത്താവ് മരിച്ചിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ മരണം എൻ്റെ മരണം ആയി എന്ന് പറയുന്നത് കർത്താവിൻ്റെ അനുഭവം ഉള്ളതായിരിക്കുന്ന മരണവും ഉയർപ്പും എല്ലാ അനുഭവമുള്ളതായിരിക്കുന്ന ആത്മാവ് എൻ്റെ ആത്മാവിനെ ബാധിച്ചപ്പോൾ ഞാൻ കർത്താവിൻ്റെ 2000 വർഷം മുമ്പുള്ളതായിരിക്കുന്ന ആ കാൽവരി കുരിശിൽ കൈകൾ വിരിച്ച് കിടന്ന് മരിച്ച കർത്താവിൻ്റെ മരണത്തോട് ഞാൻ ഏകീഭവിച്ചു. ഞാൻ മരിക്കണമായിരുന്നു ദൈവത്തിൻ്റെ ന്യായവിധിயின் പ്രകാരം. എന്താ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷാവിധി എന്നറിയാമോ? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ളതാണ്. മരിക്കണം. അപ്പം ഞാൻ മരിച്ചെങ്കിൽ എനിക്കിത് വിമോചനം ഉള്ളെന്നേ. അത് മരിക്കാനുള്ള സംഭവം നടന്നത് കാൽവരിയിലെ കുരിശിലാണ്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലാണ്. അത് എൻ്റെ മരണമായി തീർന്നതിലൂടെയാണ്, എൻ്റെ പകരം മരണമല്ല, എൻ്റെ മരണമായി തീർന്നതിലൂടെയാണ്. കാര്യം മനസ്സിലായില്ലേ? അതിൽ ഞാനെങ്ങനെ പങ്കാളിയായെന്ന് ചോദിച്ചാൽ, ഈ ആദാമിലൂടെ രക്തവുമായിട്ടുള്ള ബന്ധം, ജീവനുമായിട്ടുള്ള ബന്ധത്തിലൂടെ ആദാമിൽ എല്ലാവരും മരിക്കുന്ന ഇതെല്ലാവർക്കും മനസ്സിലാവും. അതിനേക്കാൾ ശക്തമാണ് ഈ ആത്മാവുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധം. ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞാൻ പങ്കാളിയായി. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? കാര്യം മനസ്സിലാകുന്നുണ്ടോ? വളരെ 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 ആലോചനയോടുകൂടെ പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. പകരം മരണമല്ല, നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിക്കുകയായിരുന്നു എന്നുള്ളതായിരിക്കുന്ന സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ചില വാക്യങ്ങളിലൂടെ ഇപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇത് ഇങ്ങനെ തന്നെയോ എന്ന് ഞാൻ പല വാക്യങ്ങളിലൂടെ നിങ്ങളെ ഇനിയുള്ള സമയം കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. പൗലോസിൻ്റെ എഴുത്തുകളിലെ പല വാക്യങ്ങളിലൂടെ ഞാനിത് തെളിയിച്ചു തരാം. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 1-2 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഏതുകൊണ്ടെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോട് മരിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. കാര്യം മനസ്സില്ല. അതുകൊണ്ട് അതൊക്കെ മേലെ ഭാഗങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ആ ബന്ധം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമല്ലേ? റോമാലേഖനം 6:23 എല്ലാവർക്കും അറിയില്ലേ? ആ പ്രമാണം എൻ്റെ അവയവങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഞാൻ മരിക്കണമായിരുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണം ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന്
നിയമത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇത് ആത്മബന്ധമാണ്. ഇത് ആത്മബന്ധത്തിലൂടെ നാം മരിച്ചു, നാം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരാ, പുതിയ മനുഷ്യരാ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് മരിച്ചവൻ്റെ ആത്മാവാണ്, ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ ഞാനും ആ മരിച്ചവൻ്റെ ആത്മാവിനോട് ഏകീഭവിച്ചു. ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിലാകുന്നുണ്ടല്ലോ. കുരുടനും ഊമനുമായ ആത്മാവ് ഒരു മനുഷ്യനിലേക്ക് വന്നപ്പോൾ അവൻ ആ ആത്മാവിനോട് ഏകീഭവിച്ചു. അവൻ്റെ ശരീരവും അതിനോട് പങ്കാളിത്തമായി തീർന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് ഞാൻ ഏകീഭവിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എൻ്റേതായി തീർന്നു. അവിടുത്തെ ആ കാര്യം മനസ്സിലായല്ലോ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ളായിരിക്കുന്ന വാക്യം, 9 മുതൽ 11 വരെയുള്ളായിരിക്കുന്ന വാക്യം, അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഏതാത്മാവ്? എൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ട ആത്മാവാണ്. കാരണം പാപത്തിൻ്റെ ശിക്ഷയായ മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ പുതിയ ആത്മാവാണ്. അതിനാൽ പാപനിമിത്തം മരിക്കേണ്ടതെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവനായിത്തീർന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവെ ഉയർത്തെഴുന്നേറ്റത് ദൈവത്തിൻ്റെ ആ കർത്താവിൻ്റെ ആത്മാവിലാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ കൊടുക്കുകയും തിരികെ പ്രാപിക്കുകയും ചെയ്യും. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുകയും ഞാനതിനെ തിരികെയും പ്രാപിക്കുകയും ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്, എനിക്ക് അധികാരം തന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞറിയാമല്ലോ. ആ മരണം അനുഭവിച്ച മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാനും ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും? ഞാനും കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഞാനും പങ്കാളികളായിത്തീരും. തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇനിയൊരു വേദവാക്യം വായിക്കട്ടെ. റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഈ മരണത്തെക്കുറിച്ചും ഈ മരണത്തിൽ നിന്ന് ക്രിസ്തുവിനോട് കൂടെ ഉള്ളായിരിക്കുന്ന മരണത്തിൽ നമുക്ക് പങ്കാളിത്തം ലഭിച്ചതിനെക്കുറിച്ചും ന്യായപ്രമാണത്തിൻ്റെ നിയമത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കുന്ന അധ്യായമാണ് റോമാലേഖനം 7-ാം അധ്യായം. സഹോദരന്മാരെ, അതിൻ്റെ 1-ാം വാക്യം തൊട്ടാണ്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ ഒരു സംഭവം പറയുകയാണ്. ഭർത്താവ് ഉള്ള സ്ത്രീക്ക് ഒരു പ്രമാണമുണ്ട്. കാരണം അവൾക്കൊരു ഭർത്താവുണ്ട്. ഭർത്താവുണ്ടെങ്കിൽ ആ ഭർത്തൃ ന്യായപ്രമാണം അവൾക്കുണ്ട്. ഭർത്തൃ ന്യായപ്രമാണം അവൾക്കുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സ്വതന്ത്രയാണെങ്കിൽ എന്താ വഴിയുള്ളൂ? ഭർത്താവ് മരിച്ചു പോകണം. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവൾ വേറെ പുരുഷനായി കഴിഞ്ഞാൽ പിന്നെ ഭർത്തൃ ന്യായപ്രമാണം പിന്നെ അവളുടെ മേൽ അധികാരം നടത്തുകയില്ല. അങ്ങനെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ വേറെ പുരുഷനായി കഴിഞ്ഞാൽ അവൾ വ്യഭിചാരിണി എന്ന് പേര് വരികയില്ല. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായി കഴിഞ്ഞാലോ അവൾ വ്യഭിചാരിണി എന്ന് പേര് വരും. കാരണം ഭർത്തൃ ന്യായപ്രമാണത്തിന് കീഴില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവളങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവ് ആ ന്യായപ്രമാണം നിയമത്തെ സംബന്ധിച്ച് ആ നിയമം എന്താണോ ആ നിയമത്തെ സംബന്ധിച്ച് ഈ വ്യക്തി മരിച്ച വ്യക്തിയാണെങ്കിൽ പിന്നെ നിയമത്തിന് ഇവൻ്റെ മേൽ അധികാരമില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ കോടതിയൊക്കെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഒരുത്തിനെ വിധിച്ചു, ജീവപര്യന്തം ശിക്ഷയ്ക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അവനെ ജയിലിൽ കൊണ്ടുപോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 1-2 കഴിഞ്ഞപ്പോൾ അവനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവപര്യന്ത ശിക്ഷ അവൻ്റെ മേൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. മരിച്ചവൻ്റെ മേൽ പിന്നെ നിയമമില്ലെന്നേ. നിയമം അവർ പിന്നെ വലിച്ചേറി കളയണം. കാരണം ഈ മനുഷ്യൻ മരിച്ചുപോയി കഴിഞ്ഞാൽ നിയമമില്ല. ഇവിടെ ഈ കാര്യം പറഞ്ഞു വരിക. എന്നിട്ട് അതിൻ്റെ 4-ാം വാക്യം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇത് പകരം മരണമല്ല ക്രിസ്തു മരിച്ചതെന്ന് പറഞ്ഞത്. ക്രിസ്തുവിനോട് കൂടെ നാം മരിക്കാൻ വേണ്ടി കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് കേട്ടോ, ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി
മരിച്ചിരിക്കുന്നു. മരിക്കാതെ രക്ഷ കിട്ടില്ലെന്നേ. നമ്മൾ മരിക്കാതെ രക്ഷ കിട്ടുകയില്ലെന്നേ. നമുക്ക് പകരം ക്രിസ്തു മരിച്ചുകൊണ്ട് നമുക്ക് രക്ഷയില്ലെന്നേ. നാം ക്രിസ്തുവിലൂടെ മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. താഴേക്ക് വായിക്കുകയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപിച്ചു പോന്നിരുന്നു. നാം ജഡത്തിലായിരുന്നപ്പോഴേ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് നമ്മളുടെ മേലെ എന്തുണ്ടായിരുന്നു? ഈ ന്യായപ്രമാണത്തിൻ്റെ പാപങ്ങൾ, ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപിച്ചു പോന്നിരുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നുണ്ട്. ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു. ന്യായപ്രമാണം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് ന്യായപ്രമാണം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ വിശദീകരിച്ച് പറയാം. ജാതികളായിരിക്കുന്ന നമുക്ക് ന്യായപ്രമാണമല്ല, യഹൂദന്മാർക്ക് ന്യായപ്രമാണമുള്ളത്. എന്നാൽ ജാതികളായിരിക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നത് കൊണ്ട് നമ്മളിൽ തന്നെ ഒരു ന്യായപ്രമാണം ഉള്ളവരാണ് നമ്മൾ എന്നാണ് റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അർത്ഥാൽ നമുക്കും ഉണ്ട് ന്യായപ്രമാണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യഹൂദന് എഴുതി കൊടുത്തു, നമ്മുടെ ഹൃദയ പലകകളിൽ എഴുതി എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പറയുകയാണ്, ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഇന്ന് നമുക്ക് നിയമം ബാധകമല്ല. കാരണം മരിച്ചവരാന്നേ. മരിച്ചവൻ്റെ മേലെ എന്ത് നിയമം ഇരിക്കുന്നു? മരിച്ചു കിടക്കുന്ന ശവത്തിന് കുറേ നിയമം അടിച്ചേൽപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മരിച്ചവനാ ഞാൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാ ഞാൻ. ക്രിസ്തുവിനോട് മരിച്ചവനായതുകൊണ്ട് ഇന്നെനിക്ക് നിയമം എനിക്ക് ബാധകമല്ല. നിയമത്തിന് എൻ്റെ മേലെ അധികാരമില്ല. ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു. കാരണം അതെങ്ങനെയാണ് ക്രിസ്തുവിനോട് മരിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സങ്കല്പമാണോ? വെറുതെ ഒരു വാക്കാണോ? അല്ല. അതേ ഞാൻ പറയുന്നത്. അല്ല, ക്രിസ്തുവിനോട് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വസിച്ചപ്പോൾ ആ ആത്മാവിൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളവനായി ഞാൻ തീർന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞാൻ അച്ചട്ടായിട്ടും യഥാർത്ഥമായിട്ടും പങ്കാളിയായി. ഞാൻ 2000 വർഷം മുമ്പ് ക്രിസ്തുവിനോട് മരിച്ചു. ഞാൻ 2000 വർഷം മുമ്പ് ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു. ഞാൻ 2000 വർഷം മുമ്പ് ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റു. ഞാൻ പുതിയ മനുഷ്യനാണ്. അതുകൊണ്ട് ഇന്ന് ന്യായപ്രമാണത്തിന് എൻ്റെ മേൽ അധികാരമില്ല, അവകാശമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആ കാര്യം മനസ്സിലായില്ലേ? റോമാലേഖനത്തിൻ്റെ റോമാലേഖനത്തിൻ്റെ ചില വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇനി റോമാലേഖനം തന്നെ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. റോമാലേഖനം തന്നെ 6-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. ഒരുപാട് ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് വായിച്ച് തീർക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. കാരണം ഈ റോമാലേഖനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? റോമാലേഖനം എന്ന് പറഞ്ഞാൽ രക്ഷാ തത്വശാസ്ത്രമാണ്. പൗലോസിൻ്റെ തൂലികയിൽ നിന്ന് ഉളവായതായിരിക്കുന്ന ദൈവാത്മാവ് എഴുതിയിരിക്കുന്ന ഇത്രയും വ്യക്തമായിരിക്കുന്ന രക്ഷാ തത്വശാസ്ത്രം വേറെയില്ല റോമാലേഖനം പോലെ. അതുകൊണ്ടാണ് ഞാനിതല്ല ഈ റോമാലേഖനത്തിൽ നിന്ന് പറയുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ എങ്ങനെയാണ് മരിച്ചതെന്ന് തെളിയിക്കാനാണ് പറയുന്നത്. ഞാനവിടെ വായിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിന് 3 മുതൽ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളുമാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ, ഞാൻ സ്നാനം എന്ന വീഡിയോ മുമ്പിട്ടിട്ടുണ്ട്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്നാനമൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. യേശു ക്രിസ്തുവിനോട് എങ്ങനെ ചേരുന്നത്? യേശു ക്രിസ്തുവിനോട് ചേരുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരിച്ചു ഉയർത്തുന്നിട്ട് ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വരുമ്പോഴാന്നേ. എൻ്റെ ആത്മാവിലേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തുവിനോട് ചേരുന്നു. ഇവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വാക്യം ഒന്ന് വായിച്ചേ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ. ഈ സ്നാനം എന്നോട് പറഞ്ഞിരിക്കുന്നത് മുഴുകുക എന്ന വാക്കേ ഉള്ളൂ. നമ്മൾ സ്നാനം എന്ന് കേൾക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുക എന്നുള്ള ചിന്ത വെച്ച് തലയിൽ അതങ്ങ് അതങ്ങ് അടി ഉറപ്പിച്ച് കഴിഞ്ഞു. അതല്ല ഇവിടെ സ്നാനം എന്ന് പറഞ്ഞാൽ മുഴുകുക. എന്തിൽ മുഴുകിയെന്നാണ് പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ജീവനെ, എൻ്റെ ആത്മാവിനെ കവർ ചെയ്തു മുഴുകി. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായത് ആ മരിച്ച ഉയർത്തുന്നതിൻ്റെ ആത്മാവിൻ്റെ ആത്മാവിനെ കവർ ചെയ്തപ്പോഴാണ്. ഞാൻ അതിനാണ് മത്തായി സുവിശേഷത്തിൽ ഊമനും കുരുടനുമായിരിക്കുന്ന ആത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ വന്നാൽ അവൻ്റെ ശരീരം മുഴുവൻ ആ ആത്മാവിന് വിധേയപ്പെടും എന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചത്. മനസ്സിലായില്ലേ? എന്നിട്ട് താഴേക്ക് വായിച്ചേ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലാണ് നമ്മൾ പങ്കാളികളായി തീർന്നത്. അല്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പൊക്കിയപ്പോഴൊന്നും അല്ല യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വന്നപ്പോഴാണ് പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ.
താഴേക്ക് വായിക്കുകയാണ്, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ. കണ്ടോ, യേശുക്രിസ്തു നമുക്ക് പകരം മരിച്ചതല്ല. പിന്നെയും ഞാൻ പറയട്ടെ, പകരം മരിച്ചാൽ നമുക്ക് രക്ഷയില്ല. യേശുക്രിസ്തു നമ്മുടെ മരണം മരിക്കുകയായിരുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കുകയാണെങ്കിൽ അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിക്കുകയായിരുന്നു. നാം മരിച്ചെങ്കിലും നമുക്ക് രക്ഷയുള്ളെന്നേ. നാം മരിക്കാതെ ക്രിസ്തു നമുക്ക് പകരം മരിച്ചുകൊണ്ട് രക്ഷയില്ലെന്നേ. അതവിടെ പറയുന്നത്. നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, ആയില്ലേ? സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. അതുകൊണ്ട് നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ഉറപ്പ് 100% ഗ്യാരണ്ടിയോടെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞാനും എഴുന്നേൽക്കും. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോൾ മരിച്ചാലും എന്നെ ഉയർപ്പിക്കുന്ന ആത്മാവ് എന്നിലുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉയർപ്പിക്കുന്ന ആത്മാവാണ്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അതതിൻ്റെ സത്യം. നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാധ്യതയോടെ ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അത് വെറുതെ ഒരു സങ്കല്പമല്ല. പിന്നെയും ഞാൻ പറയട്ടെ, അത് യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ പറയുന്നത്. ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചെങ്കിലേ പാപത്തിൽ നിന്ന് മോചനമുള്ളൂ. അല്ലാതെ നമുക്ക് പകരം ക്രിസ്തു മരിച്ചാൽ നമുക്ക് പാപത്തിന് മോചനമില്ല. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചപ്പോഴാണ് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം, മരിച്ചവനാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത്. അല്ലാതെ നമുക്ക് പകരം വേറൊരുത്തം മരിച്ചാൽ നമുക്ക് അതിന് പാപത്തിൽ നിന്ന് മോചനമില്ല. മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമില്ല. അതുകൊണ്ടാണ് നമ്മളിന്ന് മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മളെ ശരീരത്തിൽ മരിച്ചേക്കാതിരിക്കാം, പക്ഷെ മരിച്ചാലും നാം ജീവിക്കും. കാരണം നമ്മളിൽ നിന്ന് നിത്യമരണത്തിൻ്റെ അവകാശം നമ്മളിലില്ല. നിത്യമരണം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയി. ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ആത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാം മരണവും നീങ്ങിപ്പോയി. കർത്താവ് ഇന്ന് വന്നാൽ ഒന്നാം മരണവും നീങ്ങിപ്പോയി. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ ജഡത്തിൽ മരിക്കും. എന്നാൽ നിത്യമരണം എന്ന രണ്ടാം മരണം നമ്മുടെ മേലില്ലേയില്ല. കാരണം ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്നത്, സ്നാനപ്പെടുത്തിയിരിക്കുന്ന, പൊതിഞ്ഞിരിക്കുന്നത്. മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേലിൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. ഇത് കർത്താവ് ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. ഒരിക്കലായിട്ട് ക്രിസ്തു പാപസംബന്ധമായി നമ്മളെല്ലാവരെയും ചുമന്നുകൊണ്ടാണ് ക്രിസ്തു മരിച്ചത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാര്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യം കുരുന്നലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചില്ലേ, ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുക, നാമും മരിച്ചു എന്ന് നമ്മൾ വായിച്ചില്ലേ. നമ്മളെങ്ങനെയാണ് അവിടെ വായിച്ചത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടിയല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായി ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ലേ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചല്ല. വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രിസ്തു മരിച്ചു. ക്രിസ്തു എല്ലാവരുടെയും മരണം വഹിച്ചുകൊണ്ട് മരിച്ചു. പക്ഷേ അതൊന്ന് ലോകത്തിലെ മനുഷ്യർക്ക് അനുഭവമായി തീർന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ പറയട്ടെ. എന്താണ് പിന്നെ ഒരുപാട് വിഗ്രഹങ്ങളെ സേവിക്കുകയും ഒരുപാട് അമ്പലങ്ങളിൽ പോവുകയും ഒരുപാട് ദേവീദേവന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടിയിട്ടും കൂടിയാണ് കർത്താവ് മരിച്ചത്. പക്ഷേ ഈ മനുഷ്യൻ കർത്താവിനോട് കൂടെ മരിച്ചിട്ടില്ല. ഈ മനുഷ്യൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹൈന്ദവനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ വേണ്ട ഒരു മുസ്ലിമിനെടുക്കാം. ഒരു മുസ്ലിമായിരിക്കുന്ന 5 നേരം നിസ്കരിക്കുകയും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും മക്ക മദീന തീർത്ഥാടനങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചത്. അതുകൊണ്ടാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ അവനോട് കൂടെ മരിച്ചില്ല. അവനോട് കൂടെ മരിച്ചെങ്കിലേ ഈ ഹൈന്ദവനും ഈ മുസൽമാനും ഒക്കെ രക്ഷയുള്ളൂ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ ഹൈന്ദവനും ഈ മുസൽമാനും വന്ന് ഒരു ദിവസം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടു. യേശുക്രിസ്തു നിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചിരിക്കുന്നു, നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തു വരുത്തിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ മരണം നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ വിശ്വസിച്ചു. അങ്ങനെയാണോ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ ഹൈന്ദവനും ഈ മുസൽമാനും ഒക്കെ അന്ന് കർത്താവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി മുട്ടുമടക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ്, കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആത്മാവ്
ആ മനുഷ്യനിലേക്ക് വരുമ്പോൾ ഇവൻ്റെ മരണം ക്രിസ്തുവിനോട് കൂടെ സാധ്യമായി തീരും. കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിലും ഈ വിശ്വസിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മരണം ആ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിത്തം വന്നില്ല. പങ്കാളിത്തം വരുന്നത് എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ ആത്മാവ് എപ്പോഴാണോ ഇവനിലേക്ക് വരുന്നത്, ഇവനെന്നാണോ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതോ അന്ന് ക്രിസ്തുവിൻ്റെ മരണത്തിന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആത്മാവ് ഇവനിലേക്ക് വരുമ്പോൾ ഇവൻ്റെ മരണമായി കർത്താവിൻ്റെ 2000 വർഷം മുമ്പുള്ള മരണം തീരും. ഇവൻ്റെ കൂടെ മരണമായി തീരും. ഇവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽപ്പായി തീരും. ഇവൻ്റെ കൂടെ അടക്കപ്പെടലായി തീരും. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ സിമ്പിളാണ് ഈ കാര്യങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താമേ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ. ഇതല്ലേ വായിക്കുന്ന പൗലോസിൻ്റെ എഴുത്തുകളിലെല്ലാം ക്രിസ്തുവിനോട് മരിച്ചു എന്നല്ലേ. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ഞാൻ പറഞ്ഞു വന്നേ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്തിൽ നശിച്ചു പോകുന്നത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്നാണ് പറയുന്നത്. മരിച്ചു, അതൊരു യാഥാർത്ഥ്യം. ആ മരിച്ച ആത്മാവിലേക്ക് വന്നപ്പോൾ ആദാമ്യ ബന്ധത്തിൽ ഞാൻ പാപത്തിൽ മരിച്ചതിനേക്കാൾ കൂടിയ ബന്ധമാണ് ക്രിസ്തുവിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ ബന്ധം, ആത്മബന്ധമാണ് ശാരീരിക ബന്ധത്തേക്കാൾ ഏറ്റവും ശക്തമായിരിക്കുന്ന ബന്ധം. അതങ്ങ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായി. അപ്പോൾ ക്രിസ്തു നമ്മുടെ പാപത്തിന് പകരം മരിച്ചതല്ല, നമ്മുടെ മരണത്തെ വഹിച്ചുകൊണ്ട് മരിച്ചതാണ്. നാം അവനോട് കൂടെ മരിക്കേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുകയായിരുന്നു. ന്യായപ്രമാണപ്രകാരവും പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അതിന് അപ്പന് പകരം മകൻ മരിച്ചാൽ പോരാ, മകന് പകരം അപ്പം മരിച്ചാൽ പോരാ, പാപം ചെയ്തവൻ തന്നെ മരിക്കണം. ഞാൻ മരിച്ചെങ്കിലേ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷാവിധിയും പാപത്തിൻ്റെ ശിക്ഷാവിധിയും എന്നിൽ നിന്ന് നീങ്ങിപ്പോകുകയുള്ളൂ. എനിക്ക് മരിക്കണമെങ്കിൽ എന്താ വഴിയുള്ളത്? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ അതിന് പങ്കാളിത്തം വഹിച്ച ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമാകുന്നു, ക്രിസ്തുവിൻ്റെ അടക്കം എൻ്റെ അടക്കമാകുന്നു, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ഉയർത്തെഴുന്നേൽപ്പാകുന്നു. അങ്ങനെ ഞാൻ ക്രിസ്തുവിൽ നിന്ന് സ്വതന്ത്രനാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കിയാൽ അടിമനൂഹത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ്. അപ്പം മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടാതെ നിയമത്തിന് മരിക്കാതെ നിയമത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവ് കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് പകരം മരിച്ചതല്ല, ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചതാണ്. നമ്മുടെ എല്ലാവരുടെയും മരണം ചുമന്നുകൊണ്ട് മരിച്ചതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഓർക്കുന്നു. ഞാൻ ഇത്രയും കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിലാരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പകരം മരണം എന്നൊരു വാക്ക് ബൈബിളിലില്ല. എന്നാൽ ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.